ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യയുടെ നിർണായകമായ നീക്കം. മമത മുടക്കിയിട്ടിരുന്ന ഹൈവേകൾ ഇനി കണ്ണടച്ചു തുറക്കും വേഗത്തിൽ പണി പൂർത്തിയാക്കും. പശ്ചിമ ബംഗാളിലെ വടക്ക് കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സിലിഗുരി, കോഴിയുടെ കഴുത്ത് അഥവാ ചിക്കൻ നെക്ക് എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. ഈ പ്രദേശം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നു എന്നതുകൊണ്ട് തന്നെ തന്ത്ര പ്രാധാന്യമുള്ള ഇടമാണ്. വളരെ കാലമായി ഇവിടെ മുടങ്ങിക്കിടന്നിരുന്ന ഹൈവേ പദ്ധതികൾക്ക് ഒടുവിൽ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. മമതാ ബാനർജി മുടക്കിയിട്ട പദ്ധതികൾക്കാണ് സുവേന്ദു സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. ഈ നിർണായക മേഖലയിലെ റോഡ് ശൃംഖലകളും അടിസ്ഥാന സൗകര്യങ്ങളും ശക്തിപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ വഴിയൊരുക്കുകയാണ് ഇപ്പോൾ ബംഗാൾ സർക്കാർ. ഈ പ്രദേശത്തെ നിരവധി ദേശീയപാത പദ്ധതികൾ അംഗീകാരങ്ങളും ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാൽ വളരെ കാലമായി കുടുങ്ങിക്കിടക്കുകയായിരുന്നു. സുവേന്ദു സർക്കാർ പ്രധാന ഹൈവേ പാതകൾ കേന്ദ്ര ഏജൻസികളായ NHAI, NHIDCL എന്നിവയ്ക്ക് കൈമാറാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഈ നീക്കം റോഡ് പദ്ധതികളെ ത്വരിതപ്പെടുത്തുക മാത്രമല്ല, സൈന്യത്തിന്റെയും സുരക്ഷാ ഏജൻസികളുടെയും കഴിവുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഈ റോഡ് പദ്ധതികൾ കുറച്ചുകാലമായി ഉദ്യോഗസ്ഥ ഫയലുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന്റെ അനുമതിക്കായി നിരന്തരം ശ്രമിച്ചുവെങ്കിലും മമതാ സർക്കാർ പരിഗണിക്കാൻ തയ്യാറായിരുന്നില്ല. റോഡ് വീതി കൂട്ടൽ, അറ്റകുറ്റപ്പണികൾ, പുതിയ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയെ സ്തംഭിച്ചു. ഒരു വശത്ത് നേപ്പാളും മറുവശത്ത് ബംഗ്ലാദേശ്, വടക്ക് ഭൂട്ടാൻ, ചൈനയുമായും ഒക്കെ അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശം വളരെ സെൻസിറ്റീവായ ഒരു മേഖലയാണ്. ഈ മേഖലയിൽ മെച്ചപ്പെട്ട റോഡുകൾ വരണം. അങ്ങനെ വന്നാൽ സൈനിക വിന്യാസം അടക്കം ദ്രുതഗതിയിൽ ആക്കാൻ സാധിക്കും. എന്തായാലും അതിർത്തി അടച്ച് സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് സുവേന്ദു സർക്കാർ. സുവേന്ദു സർക്കാർ പറഞ്ഞ മറ്റൊരു ശ്രദ്ധേയമായ ഒരു തീരുമാനം, കാശ്മീരിലെ വരെ കല്ലേറ് നിർത്തി എങ്കിൽ ഇനി ബംഗാളിലെ കല്ലേറും നിർത്താൻ അറിയും എന്നാണ് BJP മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ബുൾഡോസർ ഉപയോഗിച്ച് അനധികൃത കെട്ടിടം പൊളിക്കുന്നതിനും പള്ളികളിലെ ലൗഡ് സ്പീക്കർ നിർത്തലാക്കിയതിനുമെതിരെ പ്രതിഷേധിച്ച തൃണമൂൽ കോൺഗ്രസിലെ യുവാക്കൾ പോലീസിന് നേരെ കല്ലെറിഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് സുവേന്ദു അധികാരിയുടെ പ്രതികരണം. കൊൽക്കത്തയിൽ പാർക്ക് സ്ട്രീറ്റിൽ കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിൽ പോലീസിന് നേരെ കല്ലെറിഞ്ഞവരെ വീടുകളിൽ കയറിയാണ് പോലീസ് പൊക്കിയത്. നിരവധി ബസ്സുകളുടെ ചില്ലുകൾ കല്ലേറിൽ ഉടഞ്ഞിരുന്നു. തെരുവുകളിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കും കേടുവന്നു. കൃത്യമായി CCTV ക്യാമറകൾ പരിശോധിച്ച് കല്ലെറിഞ്ഞവരുടെ വിശദാംശങ്ങൾ ശേഖരിച്ചാണ് പോലീസ് അക്രമികളെ കണ്ടെത്തി പിടികൂടുന്നത്. 2019 കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞ സംഭവത്തിന് ശേഷം കാശ്മീരിലെ സൈനികർക്കും പോലീസിനുമെതിരെ യുവാക്കളുടെ കല്ലേറ് വർദ്ധിച്ചിരുന്നു. അതിനെ ശക്തമായാണ് പോലീസും അർദ്ധസൈന്യവും അടിച്ചമർത്തിയത്. എന്നാൽ അതിനൊപ്പം കാശ്മീരിലെ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിലും വികസന പദ്ധതികളിൽ പങ്കാളികൾ ആക്കുന്നതിലും കേന്ദ്ര സർക്കാർ ശ്രമിച്ചു. ഇതോടെ 2023 കല്ലേറില്ലാതെ കല്ലെറിയുന്നവരോട് ഈ സർക്കാരും ഒട്ടും ക്ഷമിക്കില്ല എന്ന് സുവേന്ദു അധികാരി പറഞ്ഞു. ഭരണം നേടിയ ആദ്യ നാളുകളിൽ അടിച്ചമർത്തൽ നടപ്പാക്കാൻ തന്നെയാണ് പദ്ധതി. അതേസമയം BJP സർക്കാർ വികസനത്തിലും യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. ന്യൂസ് ഡെസ്ക് കർമാൻസ്.